അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരു ചോദ്യം നോമ്പ് സംബന്ധിച്ച്. നമ്മൾ നോമ്പിൻ്റെ കഫാറത്തുണ്ടല്ലോ, അതിപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കൊടുക്കണോ അല്ല അന്യനാട്ടിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? ജക്കാത്തൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ കൊടുക്കണം എന്നാണ് അതിൻ്റെ ഒരു മസാല വരുന്നത്. അതേപോലെ തന്നെ ഈ നോമ്പിൻ്റെ കഫാറത്ത് പിന്നെ നാട്ടിൽ തന്നെ കൊടുക്കണോ അല്ല നമുക്ക് അന്യനാട്ടിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അതിൻ്റെ ഒരു വിധിയും കൂടെ അറിയണം ഇൻഷാ അല്ലാഹ്. നോമ്പുകൾ ഒഴിവായതിൻ്റെ പേരിൽ കഫാറത്ത് കൊടുക്കുക, അപ്പം മുദ്ദുകൾ കയറി വരും. നോമ്പ് ഒഴിവാകുന്ന രൂപങ്ങൾ പല രൂപങ്ങളും ഉണ്ട്. ഇപ്പോൾ വെറുതെ നോമ്പ് ഒഴിവാക്കിയ ആളുകളുണ്ടാകും. അത് നോമ്പ് വീട്ടിലോട് കൂടെ തന്നെ മുദ്ദുകളൊക്കെ കയറി വരുന്ന രൂപങ്ങളുണ്ട്. എന്നാൽ കാരണത്തോടു കൂടെ ഒഴിവാക്കിയവരുണ്ടാകും. ഇപ്പോൾ വാർദ്ധക്യം എത്തിയ ആളുകൾ നോമ്പ് വെക്കാൻ കഴിയൂല, അപ്പോൾ അവർക്ക് പിന്നെ ഒന്നുമില്ല, പക്ഷെ മുദ്ദ് കൊടുത്തു പോകേണ്ടി വരും. ഇനി അതുപോലെ തന്നെ കുട്ടിക്ക് മുലയൂട്ടുന്ന ഉമ്മമാര്, അതുപോലെ തന്നെ ഗർഭിണികളായ ഉമ്മമാര്, അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആർത്തവ സമയത്ത് നിഫാസ് സമയത്തൊക്കെ നോമ്പ് പറ്റിയില്ല, പിന്നെ വർഷങ്ങളോളം വിട്ടാതെ അങ്ങനെ പോയി. അപ്പം അങ്ങനെയൊക്കെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അപ്പോഴും മുദ്ദ് കയറി വരുന്ന രൂപങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും ഉണ്ട്. അതുപോലെ തന്നെ നോമ്പ് നോൽക്കാതെ മരിച്ചുപോയി, അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ മുദ്ദ് കൊടുക്കേണ്ടി വരും, അനന്തരക്കാർ ബാക്കിയുള്ളവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് രൂപങ്ങളുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ മുദ്ദ് കൊടുക്കുന്ന രൂപങ്ങൾ പറയുന്നിടത്ത് ഈ മുദ്ദിൻ്റെ വിഷയത്തിൽ അത് ആ പറയുന്ന ആ വ്യക്തി ആർക്കാണോ മുദ്ദ് കൊടുക്കാനുള്ളത്, ആരുടെ പേരിലാണോ ഈ കഫാറത്ത് വീട്ടാനുള്ളത്, അയാളുടെ മഹല്ലിൽ തന്നെ ആ നാട്ടിൽ തന്നെ അത് കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയില്ല. അപ്പുറത്തോ ഇപ്പുറത്തോ ദൂരമായ നാടുകളിലോ ഒക്കെ നോക്കി കൊടുക്കാൻ പറ്റും. സക്കാത്ത് എന്ന് പറഞ്ഞ സംഗതി അവിടെ തന്നെ കൊടുക്കണം, അവിടെ ആളുകൾ ഇല്ലെങ്കിലേ പിന്നെ അപ്പുറത്തും കൊടുക്കാൻ പറ്റുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി ഈ കഫാറത്തിന്റെ സ്ഥാനത്ത് വരുന്ന മുദ്ദിന്റെ സ്ഥാനത്തൊന്നും കയറി വരുന്നില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാനൈമം ഷർവാനി റളിയല്ലാഹു അൻഹു തഅഫ അധികരിച്ചുകൊണ്ട് ആശത്തു ഷർവാനിയിലൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആശത്തു ഷർവാനിയുടെ 4-ാം വാള്യം ഇതിന്റെ 437 പേജിലുണ്ടോ, വലഹു നക്രുഹ ഐലൻ ലിഅന്ന ഹുർമത്തൻ നഖ്ലി ഖാസത്തുൽ ലിസക്കാത്തി. ഈ മുദ്ദ് നെക്കില് ചെയ്യുക, അതായത് മുദ്ദ് അപ്പുറം നാടുകളിൽ കൊടുക്കുക, വിദൂരമായ നാടുകളിൽ കൊടുക്കുക, എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. സക്കാത്ത് ഇങ്ങനെ നീക്കം ചെയ്യാൻ പാടില്ലത് ഹറാമാണ് എന്ന് പറയുന്ന മസാല മുദ്ദിനിക്ക് ബാധിക്കുന്നില്ല. അതുകൊണ്ട് മുദ്ദ് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. അർഹതപ്പെട്ടവരെന്നാണ് സക്കാത്തിന്റെ അവകാശങ്ങളൊന്നും ഏർപ്പെടൂല. നേരെ മറിച്ച് ഫക്കീർ മിസ്കിൻ 2 വിഭാഗത്തിന് മാത്രമേ മുദ്ദിന്റെ അരി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് തന്നെ ഇപ്പൊ നമ്മളെ നാടുകളിൽ ഉണ്ടായിരിക്കെ തന്നെ അപ്പുറത്ത് നാട്ടിലും കൊണ്ടേ കൊടുക്കുക, ഇനി ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് കൊടുക്കുക, ഒക്കെ പറ്റും. അപ്പൊ ഇവിടെ തന്നെ കൊടുക്കുക, അവനാന്റെ നാട്ടിൽ തന്നെ കൊടുക്കുക എന്നൊന്നുമില്ല, ഏത് നാട്ടിലും എങ്ങനെയും കൊടുക്കാൻ പറ്റും എന്ന് വ്യക്തമായിക്കൊണ്ട് പറയുന്നത്. ഇത് തന്നെയാണ് മഹാനെ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷബ്ര മല്ലസി റഹിമഹുല്ല ആശത്ത് നിഹായിലും ഒക്കെ പറയുന്നത്. ആശത്ത് നിഹായുടെ 3-ാം വാള്യം 227 പേജിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നക്കല് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ പാവങ്ങളുടെ സ്ഥലത്ത് നമുക്ക് അങ്ങനെ കൊടുക്കാം, ചിലപ്പോൾ നമ്മളെ നാട്ടിലെക്കാട്ടും പാവം കുറച്ച് അപ്പുറത്തുണ്ടാവാം, അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റും. ആകെ തുക പറയുകയാണെങ്കിൽ സക്കാത്തിന്റെ നിർബന്ധ ബുദ്ധി അത് നീക്കം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആ നിർബന്ധം ഇവിടേക്ക് ബാധിക്കുന്നില്ല. മുദ്ദിന്റെ അരി എവിടെയും കൊണ്ടേ കൊടുക്കാം കേട്ടോ.